اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحماയ അല്ലാഹുവേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ അഫൂ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശം നീ പൂർത്തീകരിക്കണേ അല്ലാഹു റഹ്മത്തിക യാ റഹ്മാൻ. മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ഉമ്മയെ വിവാഹം കഴിച്ചപ്പോൾ മങ്ങില ആയപ്പോൾ മക്കത്തുള്ള ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കുകയായിട്ട് റസൂലുള്ളാഹിനെ കീഴായിട്ട് കാണുക തുടങ്ങിയാർ. ഇന്ന മുഹമ്മദൻ ഫഖീറുൻ ഖദ് തസവ്വജ ബിഅഗ്ന നിസാഇ ഫകൈഫ റളിയത് ഖദീജതു ബിഫഖരിഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഫഖീറാണ്, ഒരു മിസ്കീനാണ്. അതേ സമയത്ത് ഖദീജ ഉമ്മയാണെങ്കിൽ മക്കത്ത് വെച്ച് ഏറ്റവും വലിയ പണക്കാർത്തിയാണ്. ഈ പണക്കാർത്തിയായ ഖദീജനെയാണ് ഇത് ഹബീബായ മുത്തുനബി എന്താക്കി വിവാഹം കഴിച്ചത്. എങ്ങനെയാണ് ഫഖീറായ മുഹമ്മദിനെ കൊണ്ട് ഖദീജ ഉമ്മ തൃപ്തിപ്പെട്ടു പോകുന്നത്, കുഫുവത്ത് പോകുന്നത്, പൊരുത്തപ്പെട്ടു പോകുന്നത് എന്ന് പരിഹസിച്ചപ്പോൾ റസൂലുള്ളാഹിനോട് സ്നേഹം കൊണ്ട് ഖദീജ ഉമ്മ റളിയല്ലാഹു തആല അൻഹ എല്ലാ മക്കക്കാരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ സമ്പത്ത് മുഴുവനും മുഹമ്മദ് നബിക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനാണ് ഇനി ഫഖീർ മിസ്കീൻ. ഫഇൻ റളിയ ബിഫഖരി ഫദാലിക മിൻ ഖറമി അസ്ലിഹി. ഇനി ഫഖീറത്തായ മിസ്കീനത്തായ എന്നെ അദ്ദേഹം തൃപ്തിപ്പെടുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിൽ പെട്ടതാണ്. ഞാൻ ഒന്നുമില്ല, എല്ലാം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളതാണ്. ഇത് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനിച്ചു. കാരണം ഇത്രയും വലിയ സമ്പത്ത് മുഴുവനും ഫഖീറായ മിസ്കീനായ എനിക്ക് ഖദീജ ഉമ്മ തന്നല്ലോ. ആ ഖദീജ ഉമ്മക്ക് ഞാൻ എന്താണ് നീതി കാണിക്കുന്നത്, ആ ഖദീജ ഉമ്മക്ക് ഞാൻ എന്താണ് പകരം കൊടുക്കുന്നത് എന്ന് വേദനിച്ചപ്പോൾ അതാ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ റസൂലിനടുത്തേക്ക് വരുന്നു. ഇന്നല്ലാഹ യുഖ്രിഉക സലാം. നിശ്ചയം അള്ളാഹു നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു, അള്ളാഹു നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു. മുത്തുനബി വഹി അറിയിക്കുന്നത് വയഖൂലു, അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, മുകാഫഅത്തു ഖദീജത്തു അലൈന. ആ ഖദീജയോട് നീതി കാണിക്കുന്നത്, ആ ഖദീജ സമ്പത്ത് മുഴുവനും നിങ്ങൾക്ക് തന്നതിന് പകരമായിട്ട് നീതി കാണിക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങൾ ആ വിഷയത്തിൽ ദുഃഖിക്കണ്ട. എത്ര സമ്പത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലും അത് മുഴുവൻ അള്ളാഹുവിന് ദീനിക്ക് പിന്നീട് എന്താക്കിയിട്ടുണ്ട്, സമർപ്പിച്ചിട്ടുണ്ട്. ആ തന്നതിന് പകരം കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു തആല ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി അറിയിച്ചു. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനു വേണ്ടി കാത്തിരുന്നു. ആ നീതി എങ്ങനെയാണ് അള്ളാഹു തആല കാണിച്ചു കൊടുക്കുന്നത്? ഇത്രയും വലിയ സമ്പത്ത് എനിക്ക് തന്നതിനിക്ക് അള്ളാഹു ഏറ്റെടുത്തത് ഞാൻ എന്താക്കാം, ഖദീജ ബീവിക്ക് നീതി കാണിച്ചു കൊടുക്കാം, നീതി കൊടുക്കാം. ആ നീതി എങ്ങനെയാണ്? ആ നീതിക്ക് വേണ്ടി ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ കാത്തിരുന്നു. ആ നീതി ഒന്ന് എനിക്ക് കാണണമായിരുന്നു, ഇതിற்கு പകരം അള്ളാഹു തആല കൊടുക്കുന്നത് എനിക്ക് കാണണമായിരുന്നു. അപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഇസ്റാഉം മിഅ്റാജും നടക്കുന്നത്, അല്ലേ? 7 ആകാശം വരെയും അതേപോലെ നരകവും സ്വർഗവും എല്ലാം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങ് മിഅ്റാജ് രാത്രിയിൽ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് കടന്നു. സ്വർഗത്തിലേക്ക് അല്ലാഹു തആല ഹബീബായ മുത്തുനബിയെ കൊണ്ടുപോയി. ജിബ്രീൽ അലൈഹിസ്സലാമാണ് കൂട്ടിക്കൊണ്ടുപോയത്. ആ സ്വർഗത്തിൽ കടന്നപ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു കൊട്ടാരം കാണുന്നു, സ്വർഗത്തിൽ ഒരു മണിമന്ദിരം കാണുന്നു. കണ്ണെത്തി നോക്കിയാൽ അതിൻ്റെ വിശാലത എത്തുന്നില്ല. അതിനേക്കാളും വിശാലമായ ഒരു കൊട്ടാരം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, അതിൻ്റെ അനുഗ്രഹങ്ങളും അതിലുള്ള നിഅമത്തുകളും അതിലുള്ള ഒരുപാട് അല്ലാഹു തആല അവിടെ ഒരുക്കി വെച്ച അത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു പോയി. കാരണം ഒരു മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് അതിൻ്റെ വർണ്ണങ്ങളെ,
അത് ആ തയ്യാറാക്കിയതിനെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കാത്തതാണ്. അതേപോലെ ഇതുവരെയൊക്കെ ഒരു കണ്ണുകൊണ്ട് അങ്ങനത്തെ കൊട്ടാരം കണ്ടിട്ടുണ്ടാകൂല. ഇത് അങ്ങനത്തെ കൊട്ടാരത്തെ കുറിച്ച് ഒരാൾക്കും നാവ് കൊണ്ട് പറയാൻ സാധ്യമല്ല. അത്രയും വിശാലമായ, ഹൃദയം കൊണ്ട് ചിന്തിക്കാനാവാത്ത അത്രയും അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട ആ കൊട്ടാരം ഇത് കണ്ടപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിന് അത്ഭുതമായി പോയി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഹബീബായ മുത്തുനബി ചോദിച്ചു, യാ ജിബ്രീലു ലിമൻ ഹാദിഹിൽ ഖസ്ർ, എന്തൊരു കൊട്ടാരമാണ്, എന്തൊരു അനുഗ്രഹമാണ്. ഒരു കണ്ണ് കൊണ്ട് ഇതുവരേക്കും നോക്കാത്തൊരു വിഷയം, ഒരു കാത് കൊണ്ട് ഇതുവരേക്കും കേൾക്കാത്ത വിഷയം, ഒരു മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത ഇത്രയും വലിയ മണിമന്ദിരം ആർക്കുള്ളതാണ്? അപ്പോഴാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്, അത് ഖദീജ ബീവിക്കുള്ളതാണ്. അത് നിങ്ങളെ ഭാര്യയാകുന്ന ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാക്ക് അല്ലാഹു തആല പ്രത്യേകമായിട്ട് തയ്യാർ ചെയ്ത ഒരു കൊട്ടാരമാണത്. അപ്പോൾ മുത്തുനബി പറഞ്ഞു, ഹനി അല്ലഹ ലഖദ് അഹ്സനല്ലാഹു മുകാഫഅതഹാ. മുത്തുനബി പറഞ്ഞു, ഖദീജ ബീവിക്ക് സന്തോഷമാണ്. ഇത്രയും വലിയ സമ്പത്ത് എനിക്ക് തന്നപ്പോൾ ആ സമ്പത്ത് മുഴുവനും ഞാൻ എല്ലാം അള്ളാഹുവിൻ്റെ ദീനിക്ക് വേണ്ടി സമർപ്പിച്ചു. ആ സമ്പത്ത് മുഴുവനും തന്നപ്പോൾ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്, എങ്ങനെയാണ് ഇതിക്ക് പകരം കൊടുക്കുന്നത്, ഇതിലേക്ക് എന്താണ് നീതി കൊടുക്കുന്നത്. ആ അല്ലാഹു തആല പറഞ്ഞത് ഞാൻ ഏറ്റെടുത്തു. ആ ഏറ്റെടുത്തത് ഇത് തന്നെയാണ്. ഹനി ഹല്ലഹ, അവൾക്ക് വല്ലാത്ത സന്തോഷമാണ്, ഖദീജ ബീവിക്ക് വല്ലാത്ത സന്തോഷമാണ്. ലഖദ് അഹ്സനല്ലാഹു മുകാഫഅതഹ, അവൾ ആ സമ്പത്ത് എനിക്ക് തന്നപ്പോൾ, അള്ളാഹുവിൻ്റെ ദീനിക്ക് വേണ്ടി സമർപ്പിച്ചപ്പോൾ അള്ളാഹു തആല ഏറ്റെടുത്ത ആ ഒരു നീതി, മാഷാ അല്ലാഹ്, അത് അള്ളാഹു തആല നല്ലോണം വേണ്ടതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഈ ഒരു സംഭവത്തിൽ ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്, ഖദീജ ബീവിക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സ്നേഹം, ആ മോശപ്പെട്ടത്, ആ വേണ്ടാത്തത് മക്കക്കാർ ചൊല്ലുമ്പോൾ ഭാര്യയാകുന്ന ഖദീജ ഉമ്മ ആ സമ്പത്ത് മുഴുവനും അതാ സമർപ്പിച്ചു പോയി. ഇന്ന് അങ്ങനത്തെ ഭാര്യന്മാരാരുണ്ട്, അങ്ങനത്തെ ഭർത്താക്കന്മാരാരുണ്ട്. അല്ലാഹു തആല നമ്മൾ ധാരാളം ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അതേപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ ഭാര്യയാകുന്ന ഖദീജ ഉമ്മക്ക് അല്ലാഹു തആല കൊടുത്ത സ്വർഗത്തിലുള്ള കൊട്ടാരം, സുബ്ഹാനല്ലാഹ്, നാം ഒരു നാറ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പകരം അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ തരും എന്ന് നമുക്ക് എന്താക്കാം, ഉറപ്പാണ്. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജിൽ പോയപ്പോൾ ആ ഖദീജ ഉമ്മക്ക് കൊടുക്കുന്ന ഖദീജ ഉമ്മ കൊടുത്തതിനേക്കാളും എത്രയോ വലുതാണ് ഹബീബ് ഖദീജ ഉമ്മക്ക് അല്ലാഹു തആല നൽകിയത്. അങ്ങനെ ഖദീജ ബീവിക്ക് മുത്തുനബിയോട് നല്ലോണം സ്നേഹമാണ്. അതേപോലെ മുത്തുനബിക്കും ഖദീജ ഉമ്മയോട് നല്ലോണം സ്നേഹമായിരുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നു. കാരണം ഖദീജ ഉമ്മക്ക് മുന്നോളൂ 2 ആളെ മങ്ങിലായിട്ടുണ്ട്. ഞാൻ ചൊന്നുറ 2 ആളെ മങ്ങിലായിട്ടുണ്ട്. അതിൽ ആദ്യം ബഹുമാനപ്പെട്ട ഖദീജ ഉമ്മ മങ്ങിലായത് അതീഖ് ഇബ്നു ആബിദ് ചൊല്ലുന്ന ആള്. അയാൾ മരിച്ചപ്പോൾ രണ്ടാമത് ഖദീജ ഉമ്മ മങ്ങിലായത് അബൂ ഹാലാൻ ചൊല്ലുന്ന അയാളെ. അങ്ങനെ 2 ആളെയും മരിച്ചപ്പോൾ ആളാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം, അള്ളാഹുവിൻ്റെ വഹി പ്രകാരം ഖദീജ ഉമ്മയെ എന്താക്കുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്യുന്നത്. അങ്ങനെ വല്ലാത്ത സ്നേഹമായിരുന്നു 2 ആളുടെ ഇടയിൽ. അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ഉമ്മ വഫാത്താകുന്നത് വരെ ഒരു ഭാര്യമാരെ മങ്ങിലായിട്ടില്ല. അങ്ങനെ ഖദീജ ബീബി റളിയല്ലാഹു തആല വഫാത്തായെന്ന്, പിന്നെ ഖദീജ ഉമ്മ മരിച്ചെന്ന്, പിന്നെ റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും ഹദിയ വന്നെങ്കിലും, എന്തെങ്കിലും ഹദിയയായിട്ട് ആരെങ്കിലും കൊടുത്താൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ഇദ്ഹബൂ ബിഹാ ഇലാ ബൈത്തി ഫുലാനത്തിൻ ഫഇന്നഹാ കാനത് സ്വദീഖതൻ ലിഖദീജ ഇന്നഹാ കാനത് തുഹിബ്ബു ഖദീജ. ഈ ഹദിയ ഇന്ന ഒരു ഔത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കറൂ. എന്തെങ്കിലും ഹദിയ സ്വഹാബാക്കൾ കൊടുത്തെങ്കിൽ
ആ ഹദിയ സ്വഹാബാക്കളോട് പറയുമായിരുന്നു, ഇതാ ഈ ഔത്തുകന്നായി കൊണ്ടുപോയിട്ട് കൊടുക്കൂ. എന്തേ? ഖദീജ, ആ ഔത്തുള്ള പെണ്ണുങ്ങ അത് ഖദീജയുടെ ചങ്ങായായിട്ട് ഫ്രണ്ടായിട്ട് അവിടെ പോയിട്ട് കൊടുക്കൂ. ഇന്നഹാ കാനത്ത് തുഹിബ്ബു ഖദീജ, ആ ഔത്തുള്ള പെണ്ണുങ്ങ ഖദീജ ഉമ്മയെ പിരിസംവിച്ചുകൊണ്ടിരുന്നാറ്. അതുകൊണ്ട് ഈ ഹദിയ ആ ഖദീജ ഉമ്മയുടെ ചങ്ങായിയാകുന്ന ആ ഔത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കുറോന്ന് ചൊന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ചൊന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ആ പിരിസപ്പെട്ട ആൾക്ക് പോലും വഫാത്തിൻ്റെ ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഹദിയ കൊടുക്കാറുണ്ടായിരുന്നു. ഇതുകൊണ്ട് നമുക്കൊരു പാഠമാണ്, ഞങ്ങളെ ബാപ്പമാർ, ഞങ്ങളെ ഉമ്മമാർ, ഞങ്ങളെ കുടുംബത്തെ ആരും പിരിസം ഞങ്ങളെ മരിച്ചു പോയെങ്കിൽ അങ്ങനെ പിരിസത്തെ ആരെങ്കിലും ഇന്നെങ്കിൽ അങ്ങനെ പോയിട്ട് കാണൽ സുന്നത്തുണ്ട്. അതേപോലെ അങ്ങെന്നും കൊടുക്കൽ സുന്നത്തുണ്ട്. ഞങ്ങളെ ബാപ്പന്മാർ, ഞങ്ങളെ ഉമ്മമാർ പിരിസായിക്കൊണ്ട് ആളുമാർ ഇക്കുവാർ ഹയാത്ത കാലത്ത് അങ്ങനെ പോയിട്ട് മുണ്ടിക്കൊണ്ടും അതേപോലെ അങ്ങളുമായിട്ട് പരസ്പരം ടച്ച് ചെയ്യുന്ന അങ്ങനെ പിരിസം വെക്കുന്ന ആൾ അങ്ങനെ മുട്ട മരിച്ചെന്ന് പിന്നെ അങ്ങനെ പോയിട്ട് കാണാൻ സുന്നത്തുണ്ട്. കാരണം അത് ഏത് ഭാഗത്തിൽ പെട്ടതാണ്? ബാപ്പനെ പിരിസം വെക്കുന്ന ഭാഗത്തിൽ. ഉമ്മനെ പിരിസം വെച്ച ഒരു അടയാളമാണ്. അങ്ങനെ പിരിസം വെക്കുന്ന ആളെ ഞങ്ങൾ പിരിസം വെക്കരുത്. അത് എനിക്ക് തെളിവാണ്. കാരണം ഖദീജ ഉമ്മ ആര് പിരിസായിക്കൊണ്ടിരുത്തി, ആ ഖദീജ വഫാത്തായിട്ട് പോലും അതെല്ലാം റസൂലുള്ള കണക്കിലെടുത്തു. ആ എന്തെങ്കിലും ഹദിയ വന്നെങ്കിൽ ആ ഔത്ത് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് അർഹമുർ-റഹീമായ അള്ളാഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇതിനൊരു ചെറിയൊരു സംഭവം പറഞ്ഞ് നമുക്ക് ഉണ്ടാക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ ഈ നടക്കുന്ന ഈ ക്ലാസ് ഇൻഷാ അള്ളാഹ് ഈ വർഷത്തിൽ ഇൻഷാ അള്ളാഹ് നാളെ നിപ്പാട്ടിയിട്ട് ഇതിനൊപ്പം തൗഫീഖ് ചെയ്തെങ്കിൽ ഇൻഷാ അള്ളാഹ് ബണ്ടോർ സയാത്തോട് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താകും വീണ്ടും ഈ ക്ലാസ് തുടരാം. അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് നാളത്തെ വിഷയം ഹജറുൽ അസ്വദ് കല്ലിനെ കുറിച്ചിട്ട്. ഹജറുൽ അസ്വദ് കല്ലിൻ്റെ മഹത്വമല്ല, റസൂലുള്ളാഹിന്റെ കാലത്ത് ഹജറുൽ അസ്വദ് കല്ല് അതിനെ വെക്കുന്ന വിഷയത്തിൽ ഇതാര് ആ കാബലിൻ്റെ മുട്ട കൊണ്ടുപോയിട്ട് വെക്കണു, ആ തർക്കത്തെ വിഷയത്തെ കുറിച്ച് ഇൻഷാ അള്ളാഹ് നാളെ ചെറിയൊരു ക്ലാസ് എടുക്കാം. അർഹമുർ-റഹീമായ അള്ളാഹു ഞങ്ങൾ നീ കബൂലാക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ച് പിരിസം വെച്ച് അവിടുത്തെ ജീവിത ചരിത്രം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹ് നീ കബൂലാക്കണം റഹ്മാനെ, നീ കബൂലാക്കണം അല്ലാഹ്. നാളെ ആഖിറത്തിലെത്തുമ്പോൾ നല്ല നിലക്ക് നിന്റെ ലിഖാഇനെ കാണാനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഹൗളുൽ കൗസർ വെള്ളം വാങ്ങി കുടിക്കാനുള്ള ഒരു അമലായി ഞങ്ങളവക്ക് നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മഹളായ ഫദ്ല് കൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗങ്ങളെ നീ ശിഫയാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ശരീരത്ത് ഒരുപാട് രോഗങ്ങളുണ്ട് അല്ലാഹ്, അണുക്കളുണ്ട് അല്ലാഹ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് ആജിലായ പൂർണ്ണമായ ശിഫ നൽകണം അല്ലാഹ്, ആഫിയത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഹിബ്ബീങ്ങളെ കൂട്ട് നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങൾ ഇതുവരേക്കും ക്ലാസ് കേട്ടതും എടുത്തതും നിന്റെ ഹബീബായ മുത്തുനബിൻ്റെ മഹബ്ബത്തിന് വേണ്ടി ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിരിസം വെച്ച് അവിടുത്തെ ചരിത്രങ്ങൾ പഠിക്കാനും കേൾക്കാനും ഞങ്ങൾ ഉദ്ദേശിച്ചതാണ്. നീ കബൂലാക്കണം അല്ലാഹ്. ഇതുകൊണ്ട് മറ്റൊരു ലക്ഷ്യവും ഞങ്ങൾക്കില്ല. ആഖിറത്തിലെത്തുമ്പോൾ ഹബീബായ മുത്തുനബിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടണം. മരിക്കുമ്പോൾ ഈമാന് സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കണം. ആ നിലക്കുള്ള ഇബാദത്തായി നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ പാണിയത്തിൽ, ഞങ്ങളെ പണിയിൽ, ഞങ്ങളെ സ്വത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കടങ്ങളെ നീ തീർത്ത് താ റഹ്മാനെ. ഒരാളെ മുമ്പിലും നീ കുറവാക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഫളീഹത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഐബാക്കല്ല അല്ലാഹ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഈ ഇസ്സത്ത് ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ല